വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് പ്രചരിക്കാൻ എത്രത്തോളമാണ് പ്രതീക്ഷ? അങ്ങനൊരു പ്രത്യേകിച്ച് പ്രതീക്ഷ ഞാൻ വ്യക്തിപരമായിട്ട് വയ്ക്കുന്നില്ല. ഇപ്പോൾ UDF പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ പല കണക്കുകൾ പറഞ്ഞിരുന്നു. UDF യോഗം ചേർന്നൊരു വിലയിരുത്തൽ നടത്തി. ആ കണക്ക് എത്രയാണ്? ആ കണക്ക് ഞാനിപ്പോൾ അതങ്ങനെ പരസ്യമായിട്ട് പറയുന്നില്ല. വളരെ കംഫർട്ടബിളായിട്ട് ഒരു വിജയം ഉണ്ടാകും എന്നാണ് UDF വിലയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന UDF ഒരു 1,00,000-ന് മുകളിലൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഉണ്ടാകും? എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത്. അതേക്കുറിച്ച് ഞാനങ്ങനെ കാണുന്നില്ല. അപ്പോൾ വലിയൊരു ഭൂരിപക്ഷം കിട്ടണമെന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പ് വിജയിക്കണമെന്നുണ്ട്. നല്ല രീതിയിൽ വിജയിക്കുമെന്നാണ് UDF വിലയിരുത്തൽ. അതിനനുസരിച്ചുള്ള പ്രവർത്തനം പരമാവധി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതികരണം വളരെ അനുകൂലമായിരുന്നു. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു വിലയിരുത്തലാകും. തീർച്ചയായിട്ടും. റിസൾട്ട് വന്നിട്ടില്ല, അതിനുമ്പോൾ ഒരു കോട്ടയത്തെ പരിപാടികളിലൊക്കെ സജീവമാവുകയാണ്. അപ്പോൾ ഒരു തനി കോട്ടയംകാരനായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. നമ്മളൊരു മേഖലയിൽ പോയി മത്സരിക്കുമ്പോൾ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ജനങ്ങളുമായി കൂടുതൽ ഇടപെടുമ്പോൾ കൂടുതൽ പരിപാടികൾക്ക് ക്ഷണിക്കും, നമ്മൾ ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ശൈലിയും അങ്ങനെയാണ്. എവിടെ മത്സരിച്ചാലും മത്സരം കഴിഞ്ഞ് അവിടെ വിട്ടുപോകുക എന്നുള്ളതല്ല, നിരന്തരമായി അവിടെ തുടരുക, നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ ഇടുക്കിയിൽ അങ്ങനെയായിരുന്നു, കോട്ടയത്തും അങ്ങനെ തന്നെയായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.